എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗിരിജ, കാസർഗോഡ് ജില്ല പുതുക്കൈ ഉപസഭാംഗം, റിട്ടയേർഡ് അധ്യാപികയാണ്. എനിക്കിവിടെ സംസാരിക്കാൻ ലഭിച്ച വിഷയം രാമായണവുമായി ബന്ധപ്പെടുത്തി രാജ്യഭരണം എങ്ങനെ ആയിരിക്കണം എന്നതാണ്. ഒരു രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന വാക്കാണ് രാമരാജ്യം. മഹാത്മാഗാന്ധി മുതൽ സാധാരണക്കാരൻ വരെ സ്വപ്നം കണ്ട ഭരണ മാതൃകയാണ് അത്. വാൽമീകി രാമായണത്തിൽ നമ്മൾ വായിക്കുന്ന അയോധ്യ വെറും ഒരു കഥയല്ല, ഒരു ആദർശ ഭരണത്തിൻ്റെ ഉത്തമ മാതൃകയാണ്. ഇന്ന് 2026 നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവും ആ മാതൃകയിൽ നിന്ന് കിട്ടും. രാജാവ് ജനസേവകൻ, പ്രജാസുഖേ സുഖം രാജ്ഞ. രാമൻ കിരീടമേറ്റപ്പോൾ പറഞ്ഞ ആദ്യ വാക്ക് ഇതായിരുന്നു: ജനങ്ങളുടെ സന്തോഷത്തിലാണ് എൻ്റെ സന്തോഷം. അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ടു. ഇന്നത്തെ ഭരണം അങ്ങനെ ആകണം. ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരും നമ്മുടെ യജമാനന്മാരല്ല, നമ്മൾ കൊടുക്കുന്ന നികുതി കൊണ്ട് ശമ്പളം കിട്ടുന്ന സേവകരാണ്. സെക്രട്ടേറിയറ്റിൽ ഫയൽ കിടക്കുന്ന സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥൻ വേണം. അധികാരം എന്ന വാക്കിന് പകരം ഉത്തരവാദിത്തം എന്ന വാക്കാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത്. രാമൻ രാജാവായിട്ടും കൗസല്യയുടെ മകനായിട്ടും അദ്ദേഹത്തിന് നിയമത്തിൽ ഇളവ് കിട്ടിയില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു. ഇന്ന് സമ്പന്നനും പാവപ്പെട്ടവനും രാഷ്ട്രീയക്കാരനും സാധാരണക്കാരനും ഒരേ നിയമം കിട്ടുന്ന നാട് ആണ് യഥാർത്ഥ രാമരാജ്യം. സത്യവും വാക്കുപാലിക്കലും ഭരണത്തിൻ്റെ അടിത്തറയാണ്. 14 വർഷം വനവാസത്തിന് രാമൻ പോകേണ്ട അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ഒരക്ഷരം പോലും തർക്കിച്ചില്ല. കാരണം പിതാവ് ദശരഥൻ നൽകിയ വാക്ക്. സിംഹാസനം നഷ്ടപ്പെട്ടിട്ടും സത്യം നഷ്ടപ്പെടുത്തിയില്ല. ഇന്ന് രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ എത്ര പാലിക്കപ്പെടുന്നു? സർക്കാർ കരാറുകളിൽ സുതാര്യത വേണം, ജനങ്ങളോട് കള്ളം പറയാത്ത, കണക്കുകൾ മറച്ചുവെക്കാത്ത ഭരണം വേണം. നീതി, തെറ്റ് ആര് ചെയ്താലും ശിക്ഷ. രാമരാജ്യത്തെക്കുറിച്ച് വാൽമീകി ന രാമരാജ്യേ പ്രജാ കശ്ചിത് ദുഃഖിത. രാമന്റെ രാജ്യത്ത് ഒരു പൗരനും ദുഃഖിതനായിരുന്നില്ല. അത് എങ്ങനെ സാധിച്ചു? കാരണം നീതി ഉണ്ടായിരുന്നു. ബാലിവധം, ശംഭൂകന്റെ കഥ, സീതയെക്കുറിച്ചുള്ള അപവാദം കേട്ട് തീരുമാനമെടുക്കൽ, ഇതെല്ലാം കാണിക്കുന്നത് സ്ഥാനം നോക്കാത്ത നീതിയാണ്. രാജാവിൻ്റെ ഭാര്യയാണെങ്കിലും സംശയമുണ്ടെങ്കിൽ പരിശോധിക്കണമെന്ന് രാമൻ കാണിച്ചു. ഇന്ന് നമുക്ക് വേണ്ടതും അതാണ്. അഴിമതി കേസിൽ വലിയ ആളാണെന്ന കാര്യം നോക്കരുത്. പീഡന കേസിൽ സ്വാധീനം നോക്കരുത്. വേഗത്തിലുള്ള കോടതികളും കർശനമായ ശിക്ഷയും ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് നിയമത്തിൽ വിശ്വാസം വരൂ. പോലീസ് രാഷ്ട്രീയത്തിൻ്റെ കയ്യിലെ കളിപ്പാട്ടമാകരുത്. സർവജനക്ഷേമം, ആരും പിന്നിൽ പോകരുത്. രാമരാജ്യത്ത് പട്ടിണിയും രോഗവും കള്ളനും ഇല്ലായിരുന്നു എന്ന് രാമായണം പറയുന്നു. കർഷകന് വിളസമൃദ്ധി, വ്യാപാരിക്ക് സുരക്ഷ, വിദ്യാർത്ഥിക്ക് ഗുരുകുലം, വൃദ്ധന് സംരക്ഷണം. ഇതാണ് ഇന്നത്തെ വികസന മാതൃകയും. വിദ്യാഭ്യാസം, പണമുള്ളവർക്ക് മാത്രം നല്ല സ്കൂൾ എന്ന സ്ഥിതി മാറണം. സർക്കാർ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരണം. ഗുരുകുലം പോലെ അച്ചടക്കവും സംസ്കാരവും കൂടി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം വേണം. ആരോഗ്യരംഗം, ആരോഗ്യമാണ് മഹാഭാഗ്യം. എല്ലാവർക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ ചികിത്സ വേണം. ആശുപത്രിയിൽ കിടക്ക കിട്ടാൻ രാഷ്ട്രീയ സ്വാധീനം വേണ്ട അവസ്ഥ മാറണം. തൊഴിൽ രംഗം, രാമന്റെ കൂടെ വാനരന്മാരും നിഷാദനും ഗുഹനും ജോലി ചെയ്തു. എല്ലാവർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് ജോലി. സ്റ്റാർട്ടപ്പുകൾക്കും കർഷകർക്കും ചെറുകിട വ്യവസായങ്ങൾക്കും സർക്കാർ കൈത്താങ്ങാകണം. കൃഷി, കർഷകൻ രാജാവാണ്. അവന് ന്യായവിലയും കടാശ്വാസവും സാങ്കേതിക സഹായവും കിട്ടണം. സാമൂഹിക ഐക്യവും മതേതരത്വവും. രാമൻ ആരെയും തള്ളിപ്പറഞ്ഞില്ല. എല്ലാവരും എൻ്റെ ജനത എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നയം.
ഇന്ത്യ പോലെ 1000 ജാതിയും 100 ഭാഷയുമുള്ള രാജ്യത്ത് ഇത് അത്യാവശ്യമാണ്. ഭരണം ഒരു മതത്തിനോ ജാതിക്കോ വേണ്ടി മാത്രം ആകരുത്. സ്ത്രീ സുരക്ഷ, ദളിത് സംരക്ഷണം, ന്യൂനപക്ഷാവകാശം ഇതെല്ലാം ഒരുപോലെ നോക്കുന്നതായിരിക്കണം ഭരണം. രാമനും സീതയും ഒരുമിച്ച് രാജ്യം ഭരിച്ചതുപോലെ സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉറപ്പാക്കണം. പ്രകൃതിയോടുള്ള ധർമ്മം, പ്രകൃതി സംരക്ഷണം. 14 വർഷം വനത്തിൽ കഴിഞ്ഞ രാമൻ ഒരു മരത്തെയും അനാവശ്യമായി നശിപ്പിച്ചില്ല. ഋഷിമാരുടെ തപോവനം സംരക്ഷിച്ചു. ദണ്ഡകാരണ്യത്തിൽ പോലും ധർമ്മം പാലിച്ചു. ഇന്ന് കേരളം ഉൾപ്പെടെ നമ്മൾ കാണുന്ന പ്രളയം, ഉരുൾപൊട്ടൽ, കാലാവസ്ഥാ മാറ്റം ഇതെല്ലാം പ്രകൃതിയോടുള്ള നമ്മുടെ ധർമ്മലംഘനത്തിന്റെ ഫലമാണ്. വികസനം വേണം, പക്ഷേ സുസ്ഥിര വികസനം. നദികളെ മലിനമാക്കാതെ, കുന്നുകൾ ഇടിക്കാതെ, ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്ന നയങ്ങൾ വേണം. പഞ്ചഭൂതങ്ങൾ നമ്മുടെ ദൈവം ആണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഭരണം. ഉത്തരവാദിത്തമുള്ള പൗരന്മാർ ആയിരിക്കണം. രാമരാജ്യം രാമൻ ഒറ്റക്കുണ്ടാക്കിയതല്ല. ഭരതൻ 14 വർഷം പാതുകം വെച്ച് രാജ്യം ഭരിച്ചു. ലക്ഷ്മണൻ സേവകനായി കൂടെ നിന്നു. ജനങ്ങൾ നികുതി കൊടുക്കുകയും നിയമം പാലിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മളും ചിന്തിക്കണം. നല്ല ഭരണം വേണമെന്ന് പറയുന്നതിനൊപ്പം നമ്മൾ നല്ല പൗരന്മാരാവാനും തയ്യാറാവണം. വോട്ട് ചെയ്യുക, റോഡിൽ മാലിന്യം ഇടാതിരിക്കുക, നികുതി അടക്കുക, തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യുക. രാഷ്ട്രീയക്കാരെയും ഭരണത്തെയും മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ രാമരാജ്യം എന്നത് ഒരു പുരാണ കഥയല്ല, 5 തൂണുകളിൽ നിൽക്കുന്ന ഒരു ഭരണ മാതൃകയാണ്. 1. സേവന മനോഭാവമുള്ള നേതൃത്വം. 2. സത്യത്തിലും നിയമത്തിലും അധിഷ്ഠിതമായ ഭരണം. 3. എല്ലാവർക്കും നീതിയും ക്ഷേമവും. 4. സാമൂഹിക ഐക്യവും പ്രകൃതി സംരക്ഷണവും. 5. ഉത്തരവാദിത്വമുള്ള ജനത. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീടും തെരുവും സ്ഥാപനവും ചെറിയ അയോധ്യയാക്കാം. അപ്പോൾ വലിയ രാമരാജ്യം സ്വയം ഉണ്ടാകും. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. സ്ത്രീകൾ പൂജിക്കപ്പെടുന്നിടത്ത് ദൈവങ്ങൾ വസിക്കും. അത്തരം ഒരു നാട് ആവട്ടെ ഭാരതം. നന്ദി, നമസ്കാരം.